ഉത്തരവാദിത്തമായാൽ ഈ വലിയ ഉത്തരവാദിത്തം സുതാര്യമായി നടപ്പിലാക്കാൻ ഖാദിമാർക്ക് സാധിക്കും എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മഹാനായ സയ്യിദുൽ ഉലമയാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഖാദിയായിട്ട് ഇവിടെ അവരോധിക്കപ്പെടാൻ പോകുന്നത്. ഈ മുബാറക്കായ സദസ്സിൽ വെച്ച് മഹാനായ സയ്യിദുൽ ഉലമയെ നാം ഖാദിയാക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ സയ്യിദുൽ ഉലമ നമ്മുടെ നേതാവാണ്. നമ്മുടെ നേതാവാകുന്നത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ നേതൃ പദവിയിലേക്ക് കൊണ്ടുവന്നതാണ്. എന്താ അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണമെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സമ്മാനത്തിന്റെ ഭാഗമായിട്ടാണ് മഹാനായ സയ്യിദുൽ ഉലമയെയും നമുക്ക് സയ്യിദായി കിട്ടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വഇദ്ബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയ്യതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖുർആനിലൂടെ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണമായി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ആ വിജയിച്ചതിന്റെ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, എന്റെ സന്താന സന്തതികളിലും ഇതുപോലെയുള്ള ഇമാമുകളെ നീ ഉണ്ടാക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുകയും അതിന്റെ ശേഷം ഈ ലോകത്ത് വന്നിരിക്കുന്ന മഹത്തുക്കളായ ഇമാമുകളെല്ലാം നേതാക്കളെല്ലാം അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളാണ്. ആ സന്തതികളിൽ ലോകത്തിന്റെ പ്രവാചകനായി ലോകത്തിന്റെ ഇമാമായി വാഴ്ത്തപ്പെട്ട മഹാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന സന്തതികളാണ് നമുക്ക് ഈ ലോകത്ത് ഇമാമുകളായിട്ട് വന്നിട്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഒരുപാട് സാദാത്യങ്ങളെ തന്നു. ആ സാദാത്യങ്ങളിൽ സയ്യിദുൽ ഉലമയായ മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതാവാക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുആയുടെ സ്വീകാര്യതയോട് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ സയ്യിദുൽ ഉലമയെ ഖാദിയാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ സയ്യിദാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ആ നേതൃത്വത്തെയാണ് ഞങ്ങൾ എപ്പോഴും മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി സ്വീകരിക്കുക എന്നല്ലാതെ അതിനൊരു എതിർവാക്ക് പറയുക എന്നത് ഞങ്ങൾക്ക് ആർക്കും തന്നെ പരിചയമില്ല. ഞങ്ങൾ ആരും തന്നെ പറയുകയുമില്ല. അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് ഇനി മരണം വരെ ഞങ്ങളെ പോലെയുള്ളവരെല്ലാം മഹാനായ സയ്യിദുൽ ഉലമ എന്ത് പറയുന്നു അവിടത്തേതായ വാക്കുകൾ കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. മഹാനായ സയ്യിദുൽ ഉലമ തന്നെയാണ് നമ്മുടെ നേതാവ്. അതിൽ യാതൊരു സംശയവും നമുക്കില്ല എന്ന് നാം ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സാദാത്യങ്ങൾ, ആ സാദാത്യങ്ങളെ നാം ബഹുമാനിക്കണം, ആദരിക്കണം. ഇവിടെ മഹാന്മാരായ പല സാദാത്യങ്ങളും ഇടതും വലതും ഇരിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മുടെ വഴികാട്ടികളാണ്. അവരെല്ലാം നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നവരാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മഹാനായ കുമ്പോൾ തങ്ങൾ അവറുകൾ, ആ കുമ്പോൾ തങ്ങൾ അവറുകളുടെ സാന്നിധ്യം എത്രമാത്രം അനുഗ്രഹീതമായിരുന്നു എന്ന് 100ാം വാർഷികത്തിലൂടെ നമുക്ക്
തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. മഹാനായ കുമ്പോൾ സാദാത്യങ്ങൾ 100ാം വാർഷികത്തിന്റെ എല്ലാ വേദികളിലും അവരുടേതായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവര് ഫോട്ടോക്ക് പോസ് ചെയ്യാനോ ഫോട്ടോയിൽ വരാനോ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിരുന്നാലും അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അവരുടെ വാക്കുകൊണ്ടും അവരുടെ സാന്നിധ്യം കൊണ്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൽ അവരുടെ അനുഗ്രഹം നമുക്ക് ഏറെ അനുഭവപ്പെട്ടതാണ്. അങ്ങനെയുള്ള മഹത്തുക്കളായ സാദാത്യങ്ങളുടെ ഒരു വലിയ സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ ധാരയിലൂടെ തന്നെ, ഈ സരണിയിലൂടെ തന്നെ നാം പോകണം. അഥവാ അവരെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട ആശയം, ആ ആശയമാണ് അവർ മുറുകെ പിടിച്ചിട്ടുള്ളത്. ആ ആശയത്തിലൂടെയാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം തന്നെ ഈ ആശയത്തിലൂടെയാണ് പോയിട്ടുള്ളത്. മഹാന്മാരായ സാദാത്യങ്ങൾ കഴിഞ്ഞുപോയ മഹത്തുക്കളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും സുന്നികളാണോ? എല്ലാവരും സുന്നികളാണ്. ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം സുന്നികളാണ്. ലോകത്ത് അറിയപ്പെട്ട ഉലമാക്കൾ, ലോകത്ത് അറിയപ്പെട്ട സാദാത്യങ്ങൾ, ലോകത്ത് അറിയപ്പെട്ട സാദാത്യങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം അവരെല്ലാവരും സുന്നികളാണ്. അവരെല്ലാവരും ഒരാളും തന്നെ ഒരു ബിദ്അത്തിന്റെ അഹ്ലുകാരായിട്ടില്ല. അവരെല്ലാവരും സുന്നികളാണ്. എന്തുകൊണ്ടാണ് അവരെല്ലാം സുന്നിയായത്? അതാണ് യഥാർത്ഥമായ സത്യസരണി എന്നത് നമുക്കറിയാം. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഈ വിശുദ്ധമായ അഖീദയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ നാം അടിയുറച്ചു നിൽക്കുകയും ആ സയ്യിദുൽ ഉലമ ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അനുസരിക്കാൻ ഖാലി എന്നതോടുകൂടി പ്രത്യേകം നാം ബാധ്യസ്ഥരാണെന്ന് എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോട് ഞാൻ പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം